ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് ഞാൻ നേരുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി നേരത്തെ തന്നെ, കാരണം അത്ര നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. എണീറ്റതൊരു എന്താ പറയുക 6:45 6 മണിയൊക്കെ ആയി. നേരത്തെ ഉറങ്ങിയത് കാരണം ഞാൻ നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട്. പിന്നെ അപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ കറി എന്ന് വിചാരിച്ചിട്ട് അച്ചാർ എടുത്തിട്ട് വന്നത്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവിടുത്തെ കറിയും അച്ചാറും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരേ ഇതിൽ തന്നെയാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ അറിയാണ്ട് അബദ്ധം പറ്റിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അല്ലേലും അബദ്ധങ്ങൾ എനിക്ക് പുത്തരി അല്ലാത്തത് കൊണ്ട് നമ്മൾ അതും കടന്നു വന്നു. അവസാനമായിട്ടൊരു ചായയും കൂടി പാസ്സാക്കിയിട്ട് ഞാൻ തിരിച്ച് റൂമിലോട്ട് പോയി. അപ്പോൾ ഇതാ ഞാൻ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് തിരിച്ച്. ഇനി റെഡി ആവണം. ഇപ്പോൾ ഇത് 9:15 9:30 ആണ് ഇറങ്ങേണ്ടത്. അപ്പം ഇനി നമുക്ക് റെഡി ആയിട്ട് പുറത്തിറങ്ങാം. ഓക്കെ, അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. പറഞ്ഞതിനേക്കാൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ പോകാനുള്ള ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കേറിയ ഒരു ആംബിയൻസ് ആണ്. അതെന്തായാലും തലസ്ഥാന നഗരിയല്ലേ, അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ട് താനും. എന്തായാലും ഞാൻ ഇവിടുത്തെ തിരക്കും റോഡുകളും പിന്നെ സൈഡിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ട് തന്നെ, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇന്ദിരാഗാന്ധി മ്യൂസിയം ആണ്. അപ്പോൾ ഞാനെന്തായാലും കയറി നോക്കിയിട്ട് വരാം. ഓക്കെ, നല്ലൊരു ആംബിയനാണ് കേട്ടോ. ഓ സോറി, ഇത് എൻട്രി അല്ല. എവിടെയാണ് എൻട്രി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ നടന്നുകൊണ്ട് പോവുകയാണ്. പക്ഷേ ആരോ കാണുന്നുണ്ട്. ഇത് കൂടിയാണോ എൻട്രി? എനിക്ക് മനസ്സിലാവുന്നില്ല. കിട്ടി. കുറച്ചുകൂടി നടന്നാൽ അപ്പുറത്താണ് എൻട്രി ഉള്ളത്. അതിൽ കൂടി കയറിയിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കടക്കാനെന്ന് തോന്നുന്നു. എന്തായാലും നല്ല വെയിലുണ്ട്. പക്ഷേ ഇത് ഉള്ളിലുള്ള രസമുള്ളൊരു കാഴ്ച കാണിച്ചില്ല. നല്ല രസമല്ലേ ഇത് കാണാൻ? നല്ല വൈബുള്ള സ്ഥലം. ഇത് കൂടി ഇപ്പോൾ ഇത് കൂടി തന്നെ കയറണം. എന്തായാലും കണ്ടുവരാം. ഞാൻ കയറിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് അവസാനിച്ചാ. ഗായ്സ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോയത് ഏറ്റവും അവസാനത്തേക്കാണ്. പക്ഷെ ഇതെന്താ ഇങ്ങനെ? ഇതെന്താ? ഓക്കെ, വെറുതെ ഒരു റൂം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. Indira Gandhi would wake up every early in the morning and do her physical exercise here for 15 minutes. She would then go to her study to have her breakfast, where she would read the newspapers and other documents on the important issues in preparation for the day's works. On most days, she would see her grandchildren Rahul and Priyanka as they left for school. The Iceland. Okay. ബെഡ്റൂം. ഓക്കെ, എനിക്കിപ്പോൾ മനസ്സിലായി. പുള്ളിക്കാരത്തിൽ നിന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണല്ലേ ഇതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇവിടെ കുറേ ഫോട്ടോസ്. പിന്നെ ഇതാണ് ബെഡ്റൂം തോന്നുന്നത്. അപ്പോൾ ബെഡ്റൂം തുറക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞോളാം. പക്ഷെ ബുക്കും കാര്യങ്ങളൊന്നും നോക്കാം.
തുറക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. ഞാൻ ട്രൈ ആക്കി, പക്ഷെ ഓപ്പൺ ആക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ കണ്ടത് ബെഡ്റൂമാണ്. ഓക്കെ, നമ്മളെന്തായാലും മുന്നോട്ട് പോവാം. കാരണം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ വായിച്ചു നോക്കാം. പിന്നെ നമ്മൾ നടന്ന് ചെല്ലുന്നത് ഓഫീസ് മുറികളിലേക്കാണ് തോന്നുന്നത്. ഇതൊക്കെ നല്ലൊരു സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മേക്കപ്പ് റൂമാണെന്ന് തോന്നുന്നു. ഇതാണ് സത്യത്തിൽ നമ്മൾ ആദ്യം കയറേണ്ട സ്ഥലം. ഇതാണ് ഫസ്റ്റ്. എനിക്കിത് എങ്ങനെ എവിടെ എന്ന് തുടങ്ങാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ലാസ്റ്റിൽ വന്നേ. പോവാൻ ശരിയാണെങ്കിൽ ഇവിടുത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ്, നെക്സ്റ്റ് പ്ലേസിലോട്ട് പോവാണ്. ഓക്കെ, ഈ സ്ഥലം എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എനിവേ, ഗുഡ് ആൻഡ് നൈസ് പ്ലേസ്. ഗൈസ്, ഞാൻ പെട്ടുപോയി. എൻ്റെ ഗൈഡിനെ കാണുന്നില്ല. ആരോട് ചോദിക്കാനാ? നീ എവിടെ പോയി തപ്പും? ഓ, ഫോൺ വിളിച്ചാൽ പോരെ. എന്നാലും ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ കാണുന്നില്ലല്ലോ. ആ ഗൈസ്, കണ്ടുപിടിച്ചത് ആ കിടക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള പോക്കാണിത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് ആണ് കേട്ടോ. നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ഇന്ത്യ ഗേറ്റ്. അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാം കേട്ടോ. ഇവിടെയാണെങ്കിൽ പോകുന്ന വഴി അല്ലറ ചില്ലറ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ പണ്ടത്തെ പരേഡും ഇപ്പോഴത്തെ പരേഡും, അതുപോലെ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങളിലുള്ള ഇപ്പോഴത്തെ മാറ്റങ്ങളും പണ്ടത്തെ സ്ഥലങ്ങളും. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഗേറ്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. അത് തന്നെയാണ് ഈ വോയിസിൽ പറയുന്നതും. വെറുതെ റിപ്പീറ്റഡ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനതിന്റെ വോയിസ് കട്ട് ചെയ്തു കേട്ടോ. നടക്കൽ ഇച്ചിരി ടാസ്കാണ്, അത് ഈ പൊരിഞ്ഞ വെയിലത്ത്.
അല്ലോ, ആവശ്യമില്ലെങ്കിൽ കൂടിയും ഇങ്ങനത്തെ ആരോസ് ഒക്കെ കാണാൻ വലിയ ആവേശമാണല്ലോ. ആർക്ക്? എനിക്ക്. അല്ലാണ്ട് ഇപ്പം ആർക്ക്? എൻ്റെ സ്വപ്നത്തിലെ അതർ ലൊക്കേഷനായിട്ടുള്ള ഇന്ത്യ ഗേറ്റ് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു ആവേശം തന്നെ എനിക്കുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഗായ്സ്. എന്തായാലും ആ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാനിത് അതിൻ്റെ വലയം വെക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് നേരം നിൽക്കാൻ അവിടെ പറ്റിയില്ല. പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, പെട്ടെന്ന് എന്തോ ഹറിവറി ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് നടന്നിട്ടുമില്ല. സോ ഒരുപാട് സമയം ചിലവാക്കാണ്ട് ഇവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നമുക്കൊരു സാധനം കിട്ടും. കുറച്ച് വെയിലധികം കൊണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്ഷീണം പിടിച്ചു. സോ നമ്മുടെ ക്ഷീണം മാറ്റാനായിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് മിമോ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഉപ്പും മധുരമുള്ള ഒരു നാരങ്ങ വെള്ളം. അങ്ങനെ മിമോ ഒക്കെ പാസ്സാക്കിയിട്ട് നമ്മുടെ ഡ്രൈവ് ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കിൾ റിക്ഷയിലാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഞാനിങ്ങനെ ആവേശത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ആ ചെങ്ങായി എന്നോട് പറയുന്നുണ്ട്, ഫോൺ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ഇങ്ങനെ പറ്റിക്കൊണ്ട് ഓടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അത് കേട്ട പാടെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കലൊക്കെ ഞാൻ നിർത്തി. എന്നാലും ഞാൻ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു കേട്ടോ. കാരണം നമുക്ക് വീഡിയോ ആണല്ലോ വലുത്. എന്തായാലും നിങ്ങൾ കുറച്ചു നേരം ഈ ഒരു റിക്ഷാ യാത്രയിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കൂ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ വന്നല്ലേ ഉള്ളൂ. ഇന്നത്തെ വലിയ കുഴപ്പമില്ല, കാരണം 12 മണി. ഇവിടുത്തെ ഏറെ നേരത്തെ സമയം ചെലവഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് തിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാഴ്ച കൂടി കണ്ടാലോ. ഇതൊരു മാർക്കറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ഒരു മാർക്കറ്റിന്റെ വൈബ് എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു സൗണ്ട് തന്നെയാണ്. സോ നിങ്ങളതൊന്ന് എൻജോയ് ചെയ്ത് നോക്കൂ. റിക്ഷ സവാരി അവസാനിച്ച് അടുത്തതിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുന്നു. ഹേ ഗായ്സ്, നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് രാജ്ഘട്ട്. നല്ലൊരു പാട്ട് ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട്. നമുക്കുള്ളിൽ പോവാം. ഞാൻ ബാക്ക് സൈഡ് കാണിക്കാം.
അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് റെഡ് ഫോർട്ടിലോട്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഓക്കെ, ഇന്ന് വലിയ കുഴപ്പമില്ല. ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. പക്ഷെ എന്നാലും വലിയ സീനില്ല. ഒരു ദിവസം ആദ്യത്തെ പ്രാവശ്യം എനിക്ക് നല്ല കാഞ്ഞു. പക്ഷെ ഇപ്പം ഓക്കെയാണ്, ഒന്ന് ഓക്കെ ആയി, ശീലമായി. സോ ഓക്കെ, ഇതെങ്ങനെയാണ് റെഡ് ഫോർട്ട് കാണുന്നത്. നമുക്ക് ഉള്ളിലോട്ട് നോക്കാം. അങ്ങനെ റെഡ് ഫോർട്ടിലെ കാഴ്ചകൾക്കപ്പുറം ഞാനിതാ തിരിച്ചു പോവാണ്. അപ്പൊ ഈ ഒരു സമയമില്ലേ, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര നല്ല സമയമാണ്. കാരണം ഇപ്പൊ ഇതാ 5:45 അതുകൊണ്ട് തന്നെ അത്ര വെയിലും ഇല്ല. അല്ലെങ്കിൽ എന്താ, അതന്നെ ഒരു വെയിലില്ലാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഇതാണ് ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട സമയം. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഈ ഒരു സമയം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താ, നല്ല രസമുണ്ട്. ലാച്ചായിട്ട പോലെയുണ്ട് ഉണ്ടോ. ഇതിന് മുകളിലുണ്ടല്ലോ ഫുട്ബോൾ കളിക്കാനുള്ള ഇടമുണ്ട്. നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് അപ്സ്റ്റെയർ ആണെന്ന് നമുക്ക് തോന്നൂല. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറയാൻ തോന്നത്തില്ല. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. കാണുമ്പോൾ മനസ്സിലാവും. മേ ബി ഇതിൻ്റെ ഈ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നല്ലൊരു ഹരമുണ്ട്, രസമുണ്ട്. ഗുഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിൽ വന്നത്, അതായത് ഈ ഒരു സമയം ഇപ്പം 5:45 6 മണിയായി, ആ ഒരു ടൈമിൽ വന്നതുകൊണ്ടാണ് ഒരു രസമുള്ളത്. അല്ലെങ്കിൽ യാ മോനെ യാ മൽ ഹയ്യാമുൽ ഖബർ ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടുത്താണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു പള്ളി പോലത്തെ അതാണ്ട് കണ്ടോ. ആക്ച്വലി പട്ടം കറങ്ങാനുള്ള സ്ഥലമുണ്ട്. കറങ്ങാല്ലേ, എന്തായാലും ഇത് മാത്രമായിട്ട് ബാക്കി വെക്കുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. കറങ്ങി അങ്ങ് വണ്ടരടങ്ങാം. എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷെ നല്ല രസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇതെന്താ, അയ്യോ അതിൻ്റെ ഇടയിൽ ചില്ലറുണ്ട്.
കാണുന്നുണ്ടോ? എന്താണോ എന്തെങ്കിലും ഉണ്ടാവും. അയ്യോ, നടക്കാൻ പാടൂലേ. എനിവേ, നമ്മൾ ആവശ്യമില്ലാത്ത അവിടെ കണ്ട ഒരു പള്ളി പോലത്തെ സാധനം, അത് ഞാൻ നേരത്തെ കാണിച്ചെന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നൈസാണ്. സോ ഫൈനലി നമ്മൾ ഇവിടെ നിന്നും ടാറ്റാ ബൈ ബൈ പറയുകയാണ്. അത്യാവശ്യം നല്ല നല്ല സ്പോട്ടുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോയിട്ടുണ്ടായിരുന്നു, അതായത് സരോജിനി മാർക്കറ്റ്. ഇവിടെ നമ്മൾ പർച്ചേസിങ്ങിനോ അങ്ങനെയൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ വന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കി, തിരിച്ച് വീട്ടിലോട്ട് വിട്ടു, റൂമിലേക്ക് വിട്ടു. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഗായ്സ്.